ഇവിടുത്തെ ഏത് സ്കൂളിലാണ് മോള് പഠിച്ചിരുന്നത്? സെന്റ് ജോസഫ് പബ്ലിക് സ്കൂളിൽ. ആണോ? തൊട്ടടുത്ത് തന്നെയാണോ? കുറച്ച് പോകണം. കിഴക്കോട്ട് കയറി പോകണം അല്ലേ? അവള് പഠിക്കുമായിരുന്നു ക്ലാസ്സിൽ. അലമ്പൊന്നുമില്ല, നല്ല കുട്ടിയായിരുന്നു. അവളെ ടീച്ചേഴ്സൊക്കെ പറയും പഠിക്കും. മറ്റു കാര്യങ്ങളിലൊക്കെ അവൾക്ക് ഡാൻസോ? ആദ്യം കരോട്ടയാണ് അവള് ചേർന്നത്. അപ്പൊ അതിൽ ഇവക്ക് 9 വയസ്സ് കഴിഞ്ഞപ്പോ ശ്വാസം മുട്ടൽ തുടങ്ങി. അപ്പൊ ആ ടൈമിൽ കരോട്ടയ്ക്ക് അവൾക്ക് പറ്റുന്നില്ല. പിന്നെ അതൊന്ന് മാറി മ്യൂസിക്കില് കയറി അവള്. പാട്ട് പാടാനൊക്കെ പിടിക്കായിരുന്നു. അവള് പാട്ട് പാടുകയൊക്കെ ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവൾക്ക് കഴിഞ്ഞ ഫെബ്രുവരി അവൾ സ്കൂളിൽ പോയിട്ടില്ല. ഒരു സ്കൂൾ അന്തരീക്ഷം മുഴുവനും ഇങ്ങനെ കടലിലെ തിരമാലയുടെ ഇരമ്പലുണ്ടല്ലോ, അതിനേക്കാൾ വലിയ കരച്ചിലോടെ നിന്നൊരു ദിവസമാണ് ആ സെപ്റ്റംബർ 6. നമ്മൾ അവള് പഠിച്ച അവളുടെ ആ സ്കൂളിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് പൊള്ളേത്തൈ എന്ന് പറയുന്ന സ്ഥലത്തെ സെന്റ് ജോസഫ് സ്കൂളിലാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ്. ഇവിടെയാണ് ആൻമരിയ പഠിച്ചത്. അവളുടെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ചതാണ്. നമുക്ക് ഈ സ്കൂളിനെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഇത്രയും പേര് ആൻമരിയയുടെ കൂട്ടുകാരാണോ? നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടിയായിരുന്നോ? എത്ര വർഷം നിങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ? LKG മുതൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച? മോളുടെ പേരെന്താ? അല്ലേ? ഈ ചേച്ചിയാണ് നിങ്ങളോട് എന്തൊക്കെ ചോദിക്കും? ആൻമേരിയുടെ ഫ്രണ്ട്സാണ് ഈ നിൽക്കുന്ന എല്ലാവരും. അവളെ എല്ലാവരെയും ആൻമേരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുന്നായിരുന്നു നിച്ചി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ് നിൽക്കുന്നത്. അവളെ പറ്റി നിനക്ക് കൂടുതലും പറയാനാ ഉള്ളത്? നല്ലൊരു ഫ്രണ്ട്, അവളുടെ അത്ര ആരും വരത്തില്ല. അപ്പം നിങ്ങളത് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്നാ തോന്നിയേ? അവള് ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു? നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ അവളെ പറ്റി? ഓണത്തെ പറ്റി എന്താ പറയാ? അവസാനമായിട്ട് ഫോട്ടോ എടുത്ത ആ ഒരു ദിവസമായിരുന്നു. എന്നൊക്കെ അവൾ എങ്ങനെ സന്തോഷമായിരുന്നു? അന്ന് ഡാൻസും ഉണ്ടായിരുന്നു ഓണത്തിന്റെ. എന്നിട്ട് എല്ലാരും കൂടെ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. എന്താ നമ്മൾ ഇവിടുത്തെ പ്രയർ സോങ് കാണത്തില്ലേ എല്ലാ ദിവസവും അസംബ്ലിക്ക്? അതിൻ്റെ അകത്ത് പ്രയർ സോങ്ങിൽ ഉണ്ടായിരുന്നോ അവളെ? അങ്ങനെയാണെങ്കിൽ ആ പ്രയർ സോങ് ഒന്ന് പാടിക്ക് കേൾക്കട്ടെ. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sun from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. But for the showers we plead. സിസ്റ്റർ പേരെന്താ? എൻ്റെ പേര് സിസ്റ്റർ സാൽവിയ. ഞാനിവിടെ വൈസ് പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ അത്യാവശ്യമായിട്ട് കോഴിക്കോടിന് ഒരു മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ എനിക്ക് മോളെ ഒരു 1.5 വർഷത്തെ പരിചയമുണ്ട്. ഞാൻ വന്നതിന് ശേഷം വളരെ മിടുക്കിയായിട്ട് എപ്പോഴും ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ വളരെ മിടുക്കിയായിട്ട് ഇങ്ങനെ നല്ലൊരു ഫിഗറായിട്ട് എപ്പോഴും നമ്മുടെ സ്കൂൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന. ക്ലാസ് റൂമിലാണെങ്കിലും അവൾക്ക് അവളുടേതായ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം കൂട്ടുകാരുമായിട്ടൊക്കെ പല കാര്യത്തിനും അവളിങ്ങനെ ഓഫീസിൽ വരും, നമ്മളോട് ചോദിക്കും കാര്യങ്ങൾ. ഈ മോളിങ്ങനെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ. പക്ഷേ പള്ളി വരുമ്പോഴും അപ്പം മോൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് ഇങ്ങനെ അല്ല എന്താന്ന് കൃത്യം ആദ്യം നമുക്കറിയില്ലായിരുന്നല്ലോ. സ്കിൻ അലർജി അങ്ങനെ വന്ന അന്നേരം ഞാനിങ്ങനെ പള്ളി ശ്രദ്ധിക്കുമായിരുന്നു. ഇന്ന് അവൾ വന്നോ, ഇന്ന് വന്നിട്ടുണ്ടോ എന്നങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ചില ദിവസം കാണാം, പിന്നെ കാണുന്നില്ലാതായി. പിന്നെ ഇവരോട് ഇടയ്ക്ക് നമുക്ക് കോണ്ടാക്ട് പേരൻസുമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രാൻഡ് മദർ സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ വരുമായിരുന്നു, ഇവിടെ കൊള്ളത്തെ ഇടവക പള്ളിയിൽ. അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങൾ പറയും. ഓരോ ദിവസവും നമ്മളോട് ഇങ്ങനെ അറിയിക്കും കാര്യങ്ങൾ. നമ്മുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥന എപ്പോഴും മോൾക്കുണ്ടായിരുന്നു. നമുക്കിവിടെ പ്രത്യേകിച്ച് അസംബ്ലി സമയത്തൊക്കെ നമ്മളിങ്ങനെ കുട്ടികളുടെ പേരെടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് മോള് സുഖമായിട്ട് വരുന്നു. റെസ്റ്റൊക്കെ കഴിയുമ്പോൾ സ്കൂളിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിനുള്ള ഒരു സൗകര്യമൊക്കെ സിസ്റ്റർ ഇങ്ങനെ പ്രിൻസിപ്പൾ ആക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈവൻ ഈ സംഭവം നടക്കുന്നതിന് ഒരു 3 ദിവസം മുൻപ് ഞാൻ ഗ്രാൻഡ് മദറിനെ കണ്ടിരുന്നു. ഞങ്ങൾ അവിടെ ഒരു മരണവുമായിട്ട് അടുത്ത ഒരു വീട്ടിൽ ബന്ധപ്പെട്ട് അങ്ങനെ ചെന്നപ്പോൾ അപ്പോഴും ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ അവൾ മെഡിക്കായിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചു, ഇന്നലെ സംസാരിച്ചു.
എത്രയും വേഗം തിരിച്ചെത്തും. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ് പെട്ടെന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു വാർത്ത കേൾക്കുന്നത്. അവൾ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. മിസ്സുമാരെന്ത് പറഞ്ഞാലും അവൾ കേട്ട് നിന്നു, തിരിച്ചൊന്നും പറയത്തൊന്നുമില്ല. പിന്നെ ക്ലാസ്സിൽ കൂടുതലും കമ്പനി ആയിട്ടുള്ള ബോയ് ആയിരുന്നു ഡിഷൻ. അവൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും വിട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞു. വിഷമമായല്ലോ.